ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹികക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയാൻ പോകുന്നു. 17-ാം തീയതി വെള്ളിയാഴ്ച തുടങ്ങിയ മസ്റ്ററിംഗ് പൂർത്തിയായ ശേഷം കർശന പരിശോധനയിലൂടെ അനർഹരെ ഒഴിവാക്കാനാണ് പുതിയ നീക്കം. നിലവിൽ 66.22 ലക്ഷം ഗുണഭോക്താക്കളാണുള്ളത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 51.87 ലക്ഷം പേരും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന 14.35 ലക്ഷം പേരും ഉൾപ്പെടെയാണിത്. ഇത്രയധികം പേർ UDF സർക്കാർ പ്രഖ്യാപിച്ച 3000 രൂപ വീതം പെൻഷൻ നൽകണമെങ്കിൽ മാസം തോറും 1986 കോടി രൂപ വേണം. നിലവിൽ 2000 രൂപയാണ് പെൻഷൻ ഇപ്പോൾ കൊടുത്തു വരുന്നത്. അനർഹരെ ഒഴിവാക്കി വർദ്ധിപ്പിച്ച പെൻഷന്റെ സാമ്പത്തിക ബാധ്യത കുറച്ചു കൊണ്ടുവരാനാണ് സർക്കാരിൻ്റെ ശ്രമം. എല്ലാ വർഷവും മസ്റ്ററിംഗ് കഴിയുന്നതോടെ മരിച്ചവർ ഒഴിവാക്കപ്പെടാറുണ്ട്. എന്നാൽ പുതുതായി പെൻഷൻ അപേക്ഷിക്കുന്നവർ അതിനേക്കാൾ എത്രയോ കൂടുതലാണ്. പ്രാദേശിക നേതാക്കളുടെ ഇടപെടലുകളടക്കം ഇതിനു കാരണമാകാറുണ്ട്. ഇത്തരത്തിൽ അനർഹമായി കടന്നുകൂടിയവരെ പൂർണ്ണമായും ഒഴിവാക്കുകയും പുതിയ അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നതിനു മുൻപും പരിശോധന കർശനമാക്കുന്നതാണ്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, അതുപോലെ 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി നൽകുന്നവർ, അതുപോലെ 1000 cc വാഹനമുള്ളവർ, അതുപോലെ മറ്റു പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയവർ നിലവിൽ ക്ഷേമ പെൻഷന് അർഹരല്ല. എന്നാൽ വരുമാന പരിധി കുറച്ചു കാണിച്ചും വിദേശത്ത് ജോലിയുള്ളവരുടെ വിവരം മറച്ചുവെച്ചും ഒട്ടേറെ പേർ പെൻഷൻ വാങ്ങുന്നുണ്ട്. അർഹരായവർ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാനായി മാനദണ്ഡങ്ങളിലും പരിഷ്കരണമുണ്ടാകും. അതേസമയം ജീവൻ രേഖ പോർട്ടലിലുണ്ടായ തകരാർ കാരണം ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആദ്യ ദിവസം മണിക്കൂറുകളോളം മുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാന ഡേറ്റാ സെന്ററിലുണ്ടായ സാങ്കേതിക പ്രശ്നമാണ് ഇതിന് കാരണം. രാവിലെ മസ്റ്ററിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയതിനാൽ ഓരോ അക്ഷയ കേന്ദ്രത്തിലും പോർട്ടലിൽ പ്രവേശിക്കുന്ന ജീവനക്കാരുടെ എണ്ണം 2 നിജപ്പെടുത്താൻ നിർദ്ദേശിച്ചു. എന്നിട്ടും പ്രശ്നം പരിഹരിക്കാനായിട്ടില്ല. മസ്റ്ററിങ്ങിന് പുറമെ മറ്റു സേവനങ്ങളും തടസ്സപ്പെട്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 30 വരെ മസ്റ്ററിങ്ങിന് സമയമുള്ളതിനാൽ തിരക്ക് കൂട്ടേണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. അടുത്ത അറിയിപ്പ്: പുതിയ പോളിമർ നോട്ടുകൾ ഉടൻ പുറത്തിറക്കാനൊരുങ്ങിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പുതിയ തലമുറ കറൻസികൾ അവതരിപ്പിക്കുന്നതിൻ്റെ ആദ്യപടിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നോട്ടുകൾ പുറത്തിറക്കുന്നത്. തുടക്കത്തിൽ 10-20 രൂപയുടെ ചെറിയ നോട്ടുകളാകും പോളിമർ രൂപത്തിൽ പുറത്തിറക്കുക. ഈ പരീക്ഷണത്തിൻ്റെ ഫലം വിലയിരുത്തിയ ശേഷം 2027 മുതൽ പുതിയ നോട്ടുകൾ പൂർണ്ണ തോതിൽ വിപണിയിൽ എത്തിക്കാനാണ് RBI ലക്ഷ്യമിടുന്നതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. വിപുലമായ രീതിയിൽ നോട്ടുകൾ ഇറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ആദ്യത്തെ പ്രായോഗിക പരീക്ഷണമാണിത്. പോളിമർ നോട്ടുകൾ വരുന്നതോടെ നിലവിലെ കടലാസ് നോട്ടുകൾ അസാധുവാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പേപ്പർ കറൻസികൾക്ക് പകരമായല്ല പുതിയ നോട്ടുകൾ വരുന്നത്. ഘട്ടം ഘട്ടമായി പുതിയ നോട്ടുകൾ വിപണിയിൽ എത്തിക്കുമ്പോഴും നിലവിലുള്ള കടലാസ് നോട്ടുകൾ തുടർന്നും വിനിമയത്തിൽ ഉണ്ടാകുന്നതാണ്. ഇവ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. പോളിമർ നോട്ടുകൾ അച്ചടിക്കാൻ ആവശ്യമായ പ്രത്യേക ഷീറ്റുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി RBIയുടെ നോട്ടച്ചടി വിഭാഗം ആഗോളതലത്തിൽ ടെൻഡർ ക്ഷണിച്ചതോടെയാണ് നടപടികൾ വേഗത്തിലായത്. കൂടുതൽ ഈട് നിൽക്കുന്നതിനും കള്ളനോട്ടുകൾ അടിക്കാൻ കഴിയാത്ത വിധം നൂതന സുരക്ഷാ സംവിധാനത്തിലുള്ളതുമായ പോളിമർ ഷീറ്റുകൾ വിതരണം ചെയ്യാനാണ് ആഗോള നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 18 സാധാരണ പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് പോളിമർ നോട്ടുകൾക്ക് ഈട് വളരെ കൂടുതലാണ്. വെള്ളം, അഴുക്ക് എന്നിവയെ പ്രതിരോധിക്കാനും പെട്ടെന്ന് കീറിപ്പോകാതിരിക്കാനും ഇവയ്ക്ക് കഴിയും. അതിനാൽ തന്നെ വളരെ കാലം ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്താൻ എളുപ്പമായതിനാൽ തന്നെ കള്ളനോട്ടുകൾ നിർമ്മിക്കുന്നത് തടയാനും ഇത് സഹായിക്കും. നിലവിൽ ഓസ്ട്രേലിയ, കാനഡ, UK, ന്യൂസിലൻഡ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ പോളിമർ കറൻസികൾ വിജയകരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.